ഞാനൊരിക്കൽ ഹരിദ്വാറിൽ പോയിട്ട് ഗംഗയിൽ ചാടി. ഞാൻ ഈ വെള്ളത്തിലിങ്ങനെ പത്മാസനത്തിൽ ഇരിക്കും. ഗംഗയിൽ പത്മാസനത്തിൽ ഇരിക്കുകയല്ല, കിടക്കും. അത് ഗംഗയിലൊന്നും ചെയ്യണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. തണുപ്പല്ലേ, നല്ല ഒഴുക്കും. കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ ഒഴുക്കി അത് താഴേക്ക് പോയാൽ അവിടെ പോയി തടയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ച് അക്കരയ്ക്ക് നീന്തി. അക്കരയ്ക്ക് വന്ന് ശരീരം അങ്ങ് ഒരു ഫ്രോസൺ സ്റ്റേജിലേക്ക് തിരിച്ച് നീന്തിയിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഞാൻ നടക്കുകയാണോ പറക്കുകയാണോ, തലയൊക്കെ ആകെ മരവിച്ചിട്ട് ഈ കാലം മാറുന്നതനുസരിച്ച് ഋതുക്കൾ മാറുന്നതനുസരിച്ച് ഋതുചര്യ എന്നൊരു സങ്കല്പം അത് അലോപ്പതിയിലില്ല. അവർക്ക് അങ്ങനെയല്ല. അവർക്ക് ബാക്ടീരിയ, വൈറസ് ഇങ്ങനെ വരുന്നു. ആ ഒരു തലത്തിൽ ട്രാക്ക് തെറ്റിക്കിടക്കുകയാണ്. തെറ്റായ ഒരു ട്രാക്കിലൂടെയാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മഹർഷീശ്വരന്മാർ അവർ ജീവിതഗന്ധിയായി അവരവരുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള കൈമാറി കിട്ടിയൊരു അനുഭവമുണ്ട്. ജീവിതാനുഭവങ്ങളുടെ ആകത്തുകയാണ്. ഏറ്റവും വലിയ ശാസ്ത്രം അതാണ്. ഈ ലാബില് പരീക്ഷണ സാഹചര്യങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങൾ ഒരുക്കി ആ സാഹചര്യങ്ങളിൽ കണ്ടുപിടിക്കുന്നത് ജീവിതത്തിൽ വരുമ്പോൾ പാടേ മാറും. ഏറെക്കാലം ഒരു 2 മാസത്തോളം മഴ പെയ്തു വരുന്ന ഒരു മാസമായിട്ടാണ് കർക്കിടകം. 1.5 മാസത്തെ മഴയുണ്ട് ഭൂമിയും ജീവികളുടെ ശരീരമെല്ലാം തണുപ്പുമായിട്ട് ചേർന്ന് സ്റ്റിഫാകുന്ന സന്ധികളൊക്കെ അല്ലെങ്കിൽ മൊത്തം ശരീര മാംസപേശികളൊക്കെ മരവിക്കുന്ന തരത്തിലുള്ള ഒരു സമയത്തിന് ശേഷമാണ് കർക്കിടക മാസം വരുന്നത്. അപ്പം ആ മാസം നമ്മൾ കഴിക്കേണ്ട ആഹാരമല്ല ചൂട് കൂടിയിട്ടുള്ള നമ്മുടെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കഴിക്കേണ്ട ചെയ്യുന്ന രീതി, ഉറങ്ങുന്ന രീതി എല്ലാം വ്യത്യാസം നമുക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത തിരിച്ചു വന്നാൽ തന്നെ ഈ കർക്കിടക മാസം, അതിനുശേഷമുള്ള മാസം, ഈ മാസത്തെ ആരോഗ്യം, അതിനുശേഷമുള്ള മാസത്തെ ആരോഗ്യത്തിലൊക്കെ വ്യത്യാസം വരുന്നത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അവരവരുടെ ജീവിതാനുഭവത്തിലൂടെ ശരീരം ഇളതാകുന്ന ഒരു സമയമാണ്. ജോയിൻസ് എല്ലാം ഒന്ന് ലൂസാക്കുക. അതേസമയം മസിലുകളുടെ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ സ്റ്റിഫാകും. അപ്പോൾ ഈ മാസങ്ങളിൽ കഠിനാധ്വാനം ചെയ്യരുത്, പാടില്ലാത്ത പണികൾ ഒട്ടും ചെയ്യരുത്, ശീലമില്ലാത്ത പണികൾ ചെയ്യരുത്. ഈ മാസം ശീലമില്ലാത്തൊരു പണി ചെയ്തൊരു ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ മാസങ്ങളിൽ അനുഭവിച്ച കാരണന്മാരാണ്. വരുന്ന ആളുകളിൽ വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അനുഭവമാണ്. സാർ നമസ്കാരം. നമസ്കാരം. പഞ്ഞക്കർക്കിടക മാസം ആരംഭിച്ചിരിക്കുന്നു. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവരുടെ ഭൗതിക ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ വരും എന്നാണ് ഈ കർക്കിടക മാസത്തെക്കുറിച്ച് പറയുന്നത്. അതിനനുസരിച്ച് നമ്മുടെ പൂർവികർ ചില പഥ്യങ്ങൾ, ചില ആഹാരങ്ങൾ പാടില്ല, ചില ആഹാരങ്ങൾ കഴിക്കണം എന്നൊക്കെയുള്ള ചില വ്യവസ്ഥകൾ ഈ പഞ്ഞക്കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയത്, ഒരുപക്ഷെ ഇനി ആയുർവേദത്തിലോ അല്ലെങ്കിൽ അലോപ്പതിയിലോ ചികിത്സയില്ല എന്ന് പറഞ്ഞ് ജീവിതം തീർന്നു എന്ന് മനസ്സിലാക്കി നിരാശ പൂണ്ട കുറേ ആളുകൾ സാറിനെ സമീപിച്ചതായി എനിക്കറിയാം. അതിൽ എൻ്റെ ചില ബന്ധുക്കളുണ്ട് എന്ന് കൂട്ടിക്കോളും. അപ്പോൾ അവർ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സന്നിഗ്ധ ഘട്ടത്തിൽ വന്നപ്പോൾ മരുന്നും മന്ത്രമൊന്നും അല്ല ഇതിന് ആദ്യം ആവശ്യം. നിങ്ങൾ പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതി ജീവനം. അതിനാദ്യം നമ്മൾ ചിട്ടയുണ്ടാക്കുക. കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒരു പ്രാഥമിക നിരീക്ഷണം നടത്തണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്, പ്രകൃതിക്ക് അനുകൂലമായി, ആവാസ വ്യവസ്ഥിതിക്ക് അനുകൂലമായി എങ്ങനെ ജീവിക്കേണ്ടത്, അതിനനുസൃതമായ ഭക്ഷണങ്ങൾ, വേവിച്ചതും വേവിക്കാത്തതുമായ ഭക്ഷണങ്ങൾ എപ്പോൾ കഴിക്കണം, എപ്പോൾ കഴിക്കരുത്, എപ്പോൾ കുളിക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉണരണം, ഇത്തരം ചില കാര്യങ്ങളിലൂടെ ഒരുപാട് നമ്മളെന്താ പറയുക, അത് പ്രതീക്ഷയ്ക്ക് ഉപരിയായി ചില റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു. സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറേ കാലം കൂടി അവർ ജീവിച്ചിരുന്നു. അപ്പോൾ മനുഷ്യന് വേണം എന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ശ്രദ്ധയോടുകൂടി ജീവിച്ചാൽ തീർച്ചയായും അവന് സ്വാസ്ഥ്യം കിട്ടും, സുഖം കിട്ടും. ഇതാണ് ആദ്യമായി ഒരാൾ വിശ്വസിക്കേണ്ടതും പിൻപറ്റേണ്ടതുമായിട്ടുള്ള ആരോഗ്യ പാഠങ്ങളിൽ പ്രാഥമികമായ പാഠം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറ് വാഴക്കുളത്ത്
അവിടെ ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടെ പുഴയുടെ തീരത്ത് ഒരു കേന്ദ്രം നടത്തുന്ന അന്ന് മുതൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. മാഗസിനിൽ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ തന്നിട്ടുണ്ട്. അരുവി കുരുവി അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പം മനുഷ്യൻ്റെ ഒരു നല്ലൊരു ശീലം, അത് ആരോഗ്യപരമായ ശീലം ഭക്ഷണ ക്രമീകരണത്തിലൂടെ ഉണ്ടാക്കണം. അവൻ്റെ ഉറക്കത്തിലൂടെയും ഉണർച്ചയിലൂടെയും ജീവിതചര്യയിലൂടെയാണ് ഈ അസുഖം മാറ്റിയെടുക്കേണ്ടതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും സ്വന്തം ജീവിതത്തിലൂടെ തൻ്റെ മുന്നിലെത്തുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത ഒരു ചികിത്സാകാരൻ, ഒരു പ്രകൃതി ശാസ്ത്രകാരൻ എന്ന രീതിയിൽ എൻ്റെ വിനീത നമസ്കാരം. സാർ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതചര്യകൾ, അസുഖം കൂടാതെ സ്വസ്ഥമായിട്ട് എങ്ങനെ കുറച്ചു കാലം കൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാം, ഇതേക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുക. അതിലിപ്പോൾ ആദ്യം പറഞ്ഞത് പഞ്ഞക്കർക്കിടകം എന്നാണല്ലോ. പഞ്ഞക്കർക്കിടകമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പഞ്ഞക്കർക്കിടകം പാടേ മറഞ്ഞ് ധനിക കർക്കിടകമായതാണ്. ധനിക കർക്കിടകമായതാണ് ഈ അപകടം മുഴുവൻ വന്നിരിക്കുന്നത്. ആർഭാടമായി, ആഘോഷമായി. ഈ കാലം മാറുന്നതനുസരിച്ച് ഋതുക്കൾ മാറുന്നതനുസരിച്ച് ഋതുചര്യ എന്നൊരു സങ്കല്പം അത് അലോപ്പതിയിലില്ല. അവർക്ക് അങ്ങനെയല്ല. അവർക്ക് ബാക്ടീരിയ, വൈറസ് ഇങ്ങനെ വരുന്നു. ആ ഒരു തലത്തിൽ ട്രാക്ക് തെറ്റിക്കിടക്കുകയാണ്. തെറ്റായ ഒരു ട്രാക്കിലൂടെയാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മഹർഷീശ്വരന്മാർ അവർ ജീവിതഗന്ധിയായി അവരവരുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള കൈമാറി കിട്ടിയ ഒരു അനുഭവമുണ്ട്. ജീവിതാനുഭവങ്ങളുടെ ആകത്തുകയാണ്. ഏറ്റവും വലിയ ശാസ്ത്രം അതാണ്. ഈ ലാബിലെ പരീക്ഷണ സാഹചര്യങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങൾ ഒരുക്കി ആ സാഹചര്യങ്ങളിൽ കണ്ടുപിടിക്കുന്നത് ജീവിതത്തിൽ വരുമ്പോൾ പാടേ മാറും. കാരണം ആ ഒരു നിയന്ത്രിതമായിട്ടൊരു സംവിധാനമല്ല, ആ ഒരു അറ്റ്മോസ്ഫിയറിലല്ല നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ഡിഫറെൻ്റ് ആണ് ജീവിതത്തിൻ്റെത്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ഈ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള, തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെ മറികടക്കാനായിട്ട് ഈ നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ റിഡക്ഷനിസ്റ്റ് പഠനങ്ങൾക്ക് സാധിക്കുകയല്ല. അതാണ് ഒരു കാര്യം. അപ്പോൾ കർക്കിടകത്തിലെ ദിനചര്യ, ഋതുചര്യ, അല്ലെങ്കിൽ വസന്തകാലത്തെ, ശിശിരകാലത്തെ ദിനചര്യ, ഋതുചര്യ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ പുച്ഛിച്ച് മാറ്റിയിട്ടുണ്ട്. ഓരോ ഋതുക്കൾക്ക് അനുസൃതമായ ഓരോ ജീവിത പദ്ധതിയുണ്ട്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ അല്ലെങ്കിൽ മോഡേൺ മെഡിക്കൽ സയൻസ് അവിടെ നിൽക്കട്ടെ, ഒരു ബയോളജിക്കൽ ചിന്തയിൽ നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഉള്ളൊരവസ്ഥയല്ലോ മരുഭൂമിയിലായിരിക്കുമ്പോൾ ശരീരത്തിനുള്ളത്. തീർച്ചയായില്ല. ഒരു മരുഭൂമിയിലായിരിക്കുമ്പോഴുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ചൂടിൻ്റെ ആധിക്യമാണ്. കുറേ തണുപ്പ് കാലത്ത് ഏറെക്കാലം ഒരു 2 മാസത്തോളം മഴ പെയ്ത് വരുന്ന ഒരു മാസമായിട്ടാണ് കർക്കിടകം. അല്ലെങ്കിൽ 1.5 മാസത്തെ മഴയുണ്ട് ഭൂമിയും ജീവികളുടെ ശരീരവും എല്ലാം തണുപ്പുമായിട്ട് ചേർന്ന് സ്റ്റിഫാകുന്ന സന്ധികളൊക്കെ അല്ലെങ്കിൽ മൊത്ത ശരീര മാംസപേശികളൊക്കെ മരവിക്കുന്ന തരത്തിലുള്ള ഒരു സമയത്തിന് ശേഷമാണ് കർക്കിടക മാസം വരുന്നത്. അപ്പൊ ആ മാസം നമ്മൾ കഴിക്കേണ്ട ആഹാരമല്ല ചൂട് കൂടിയിട്ടുള്ള നമ്മുടെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കഴിക്കേണ്ടത്. ചെയ്യുന്ന രീതി, ഉറങ്ങുന്ന രീതി എല്ലാം വ്യത്യാസം നമുക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത തിരിച്ചു വന്നാൽ തന്നെ ഈ കർക്കിടക മാസം, അതിനുശേഷമുള്ള മാസം, ഈ മാസത്തെ ആരോഗ്യം, അതിനുശേഷമുള്ള മാസത്തെ ആരോഗ്യത്തിലൊക്കെ വ്യത്യാസം വരുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ മാസത്തിൽ സംഭവിക്കുന്ന ഒന്ന്, വേനലിൻ്റെ ചൂടിൽ, ഞാനിത് ഒരു പ്രകൃതി കോൺസെപ്റ്റിനെ അപ്പുറത്തേക്ക് ഒരു ബയോളജിക്കൽ കോൺസെപ്റ്റിൽ പറയാം. അണുക്കളുടെ പെരുപ്പം ഈ മാസങ്ങളിൽ കൂടും, വേനലിൽ കുറഞ്ഞിരിക്കും. ചൂട് പലപ്പോഴും പലതിനും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ദഹനത്തിനുള്ള ശേഷി ഈ തണുപ്പുള്ള മാസങ്ങളിൽ കുറഞ്ഞിരിക്കും. വിശപ്പ് കൂടിയതായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. എന്നാലും കട്ടിഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് അസുഖത്തിലേക്ക് പോകാനുള്ള അവസരം അല്ലെങ്കിൽ സാധ്യത ഈ കർക്കിടക മാസത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ കാരണന്മാർ അതിനെ പറഞ്ഞിരുന്നത് ശരീരം ഒന്ന് ഇളതായി വന്ന ഒരു സമയം എന്നാണ്. പക്ഷെ കൃത്യമായ പ്രയോഗമാണത്. പക്ഷെ അത് സയന്റിഫിക് അല്ല. അപ്പോൾ ക്വഥനാങ്കം എന്ന് പറഞ്ഞാൽ സയന്റിഫിക്കാണ്. വെള്ളം തിളച്ച് പൊങ്ങുന്നു എന്ന് ഒരു വീട്ടമ്മ പറയുന്നത്
ജീവിതത്തിൽ അനുഭവം അവർ നേരിട്ട് അനുഭവിക്കുന്നതാണ്. അത് ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞാൽ അതിനെ പ്രാകൃതം എന്ന് പറഞ്ഞ് തള്ളിമാറ്റി കൊതനാങ്കം പറയണമെന്നുള്ളൊരു നിർബന്ധം ആ ഒരു ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ അവരവരുടെ ജീവിതാനുഭവത്തിലൂടെ ശരീരം ഇളതാകുന്ന ഒരു സമയമാണ്. ജോയിൻസ് എല്ലാം ഒന്ന് ലൂസാകും. അതേസമയം മസിലുകൾ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ സ്റ്റിഫാകും. അപ്പൊ ഈ മാസങ്ങളിൽ കഠിനാധ്വാനം ചെയ്യരുത്, പാടില്ലാത്ത പണികൾ ഒട്ടും ചെയ്യരുത്, ശീലമില്ലാത്ത പണികൾ ചെയ്യരുത്. ഈ മാസം ശീലമില്ലാത്തൊരു പണി ചെയ്തൊരു ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ മാസങ്ങളിൽ അനുഭവിച്ച കാരണന്മാരാണ്. വരുന്ന ആളുകളിൽ വീണ്ടും അത് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അനുഭവമാണ്. അതേസമയം ലാബിലിരുന്ന് പഠനം നടത്തുന്നവർക്ക് അതിന്റെ ആവശ്യമില്ല. 365 ദിവസം ഒരേപോലെ തന്നെ സൂര്യൻ കിഴക്കുദിക്കുന്നു വൈകിട്ട് അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അവരത് സമ്മതിക്കുകയല്ല. സയന്റിഫിക്കലി ഉദയവും ഇല്ല അസ്തമയവും ഇല്ല എന്ന് പറയും. അപ്പോൾ ഇത് ജീവിതാനുഭവത്തിൽ നിന്നാണ്. ഈ മാസം സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ ശരീരത്തിന് കേടുപറ്റിയാൽ അത് മാറ്റാൻ പ്രയാസമാണ്. അത് നീണ്ടു നിൽക്കും. വീണ്ടും ശരീരം ഇളതാകുന്ന സമയത്ത് ശരീരം ഈ വാസോ കൺസ്ട്രിക്ഷനും വാസോ ഡൈലേഷനും ഉണ്ട്. വെയിലും ചൂടും വരുമ്പോൾ നമ്മുടെ രക്തധമനികളെല്ലാം ഒന്ന് വികസിക്കും, ചൂടിൽ വികസിക്കും. തണുപ്പ് വരുമ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ വരും, ഒന്ന് ചുരുങ്ങും. അപ്പോൾ ആസ്തമ നമുക്ക് നോക്കാം. വെയിലത്തിരിക്കുമ്പോൾ ചൂടുള്ള സമയത്ത് ആസ്തമ അങ്ങനെ ആർക്കും വരാറില്ല. രാത്രിയാണ് വരിക. കാരണം രാത്രി ചൂട് പോയി, തണുപ്പ് വന്നു, വാസോ കൺസ്ട്രിക്ഷൻ വന്നു, ശ്വാസനാളികൾ ചുരുങ്ങും, രക്തക്കൊഴികളൊക്കെ ഒന്ന് വാസോ കൺസ്ട്രിക്ഷൻ അല്ല കൺസ്ട്രിക്ഷൻ വന്നു, ഒന്ന് ചുരുങ്ങും. ചുരുങ്ങുമ്പോൾ കഫപാളികൾ ഇരിപ്പുണ്ടെങ്കിൽ വായു വേണ്ടത്ര എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന ആഞ്ഞു വലിക്കുന്ന ഒരവസ്ഥ വരിക. ഇത് തണുപ്പിൽ വരുന്ന ഈ തണുപ്പിൽ നമ്മുടെ നാളികൾക്ക് ശ്വാസകോശത്തിനൊക്കെ വരുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. പ്രവർത്തന പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ അതിന് ഒരു സ്ട്രെയിൻ കൂടുതലായിട്ട് എടുക്കേണ്ടതായി വരുന്നുണ്ട്. അത് ദഹനേന്ദ്രിയത്തിനും വരുന്നുണ്ട്, അത് രക്തത്തിൻ്റെ ഓട്ടത്തിന് വരുന്നുണ്ട്. തണുപ്പ് കാലത്ത് പമ്പ് ചെയ്യുന്നത് പോലെ വേനൽക്കാലത്ത് ഹാർട്ട് ഇത്രയും സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കൂടുതൽ സ്ട്രെയിൻ എടുത്താലേ ഇന്റേണൽ ആയിട്ടുള്ള ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. വേനലിൽ അത്രയും സ്ട്രെയിൻ എടുക്കണ്ട. ഇപ്പം തണുപ്പ് കാലത്ത് ശരീരത്തിൻ്റെ ജീവനോദ്ദീപന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ശരീരം തന്നെ കൂടുതൽ ആയാസപ്പെടുന്നുണ്ട്. ആ സ്ട്രെയിനിന്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഇപ്പോൾ 2000-2500 കലോറിയാണ് ഒരാളുടെ ഭക്ഷണക്രമം പൊതുവെ നമ്മൾ ഒരു ദിവസം പറയുന്നത്. എനർജി അത്രയാണ് ശരീരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് 100 കിലോയാണെന്ന് വെക്കുക. 100 കിലോ എനർജി ഉണ്ടെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഫങ്ഷന് 30 തുടങ്ങി 40% എനർജി അവിടെ വേണം. വേറൊരു 30 തുടങ്ങി 40% എനർജി പുറത്തുള്ള ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് ശരീരം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു 60 തുടങ്ങി 80%-ഓളം എനർജിയായി. 10 തുടങ്ങി 15%-ഓളം എനർജി ദഹനം, കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ദഹനം നടത്താൻ വേണം. പിന്നെ തെർമൽ എനർജി വേണം, ചൂട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരു 8% എന്നൊക്കെ പറയും, 5 തുടങ്ങി 8%. അപ്പോൾ ഇങ്ങനെയാണ് ശരീരത്തിനുള്ള ഒരു ഊർജം ചെലവഴിക്കപ്പെടുന്നത്. അപ്പോൾ 30% എനർജിയിൽ ശരീരത്തിന് മാനേജ് ചെയ്യാനായിട്ട് വേനൽക്കാലത്ത് സാധിക്കുമെങ്കിൽ തണുത്ത് വരാൻ നേരത്ത് കൂടുതൽ ചൂട് ഉൽപ്പാദിപ്പിക്കേണ്ടത് കൊണ്ട് എനർജി കൂടുതൽ ശരീരത്തിന് 40%, ചിലപ്പോൾ അതിൽ കൂടുതലായിട്ടോ ശരീരത്തിന് തന്നെ വേണ്ടിയായിട്ട് വരും. ഇപ്പം നമ്മളെ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാനൊരിക്കൽ ഹരിദ്വാറിൽ പോയിട്ട് ഗംഗയിൽ ചാടി. ഞാൻ ഈ വെള്ളത്തിലിങ്ങനെ പത്മാസനത്തിൽ ഇരിക്കും. ഗംഗയിൽ പത്മാസനത്തിൽ ഇരിക്കുകയല്ല, കിടക്കും. അത് ഗംഗയിലൊന്ന് ചെയ്യണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. തണുപ്പല്ലേ, നല്ല ഒഴുക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ ഒഴുക്കി അത് താഴേക്ക് പോയാൽ അവിടെ പോയി തടയാനുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ചക്കരയ്ക്ക് നീന്തി. അപ്പോഴേക്കും ഒന്ന് ശരീരം ഒന്ന് ഒരു ഫ്രോസൺ സ്റ്റേജിലേക്ക് തിരിച്ച് നീന്തിയിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഞാൻ നടക്കുകയാണോ മറക്കുകയാണോ, തലയൊക്കെ അങ്ങ് മരവിച്ചിട്ട് ഒരു രക്ഷയില്ല, ശബ്ദവും കേൾക്കാനില്ല, എല്ലാം കൂടെ ശരിക്കും നന്നായിട്ട്. പിന്നെ അവിടെ അടുത്ത് മാലീസ് ചെയ്യുന്നവരെ കണ്ടു. അവർക്ക് തല വെച്ച് കൊടുത്തു. അവർ തല കുറേ നേരം ഇരുന്ന് കൊട്ടി മസാജ് ചെയ്ത് ശരിയാക്കി വരും. അപ്പോൾ ഒരു തണുപ്പിൽപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിന് തണുപ്പിൻ്റെ ഗ്രേഡ് അനുസരിച്ച്, ഡിഗ്രി അനുസരിച്ച് ഇതുപോലുള്ള വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നീണ്ടു നിൽക്കുന്ന ഒരു അന്തരീക്ഷം
1.5 മാസത്തോളം ആ തണുപ്പ് വന്നിട്ടാണ് കർക്കിടക മാസത്തിലേക്ക് നമ്മൾ കാല് വയ്ക്കുന്നത്.